ശ്രീ യുവരാജ് ഗോകുൽ, സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഈ രാജ്യ സുരക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭീഷണി ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇത് പറയുന്നത്, ഇത് ഭീഷണിയാണ് എന്ന്. വളരെ കൃത്യമായി ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സെൻട്രൽ ഏജൻസികൾക്ക് റിപ്പോർട്ട് നൽകേണ്ടതല്ലേ? ഒരു പക്ഷേ ഇതൊന്നും നടന്നു കാണില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേര് പല കാലഘട്ടങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാകും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൽ എത്തിച്ചിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2012 പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ വരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിലേക്ക് വരുന്ന ആ റിപ്പോർട്ടിനകത്തുണ്ട്. ഉദാഹരണമായി 2012 നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർക്കെതിരായിട്ടൊരു SMS ക്യാമ്പയിൻ അന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതുവരെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ മാത്രം പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് നടപടിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അല്ല. പക്ഷെ അന്ന് മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എന്താണ്, പ്രത്യേകിച്ച് പർട്ടിക്കുലർലി BJP ഉൾപ്പെടെയുള്ളവർ എന്താണ്, ഇവർ തീവ്രവാദ സംഘടനകളാണ്, ഇവരുടെ പ്രവർത്തനങ്ങൾ കുഴപ്പമാണ് എന്നുള്ള ആരോപണങ്ങൾ വളരെ കൃത്യമായിട്ട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ വസ്തുതകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് 2022 ഈ പറഞ്ഞ ഇൻസിഡൻറ്റിനും 10 വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരുടെ നിരോധനത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഏജൻസികൾക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ ചാടിക്കേറി ഒരു നിലപാട് പറയുകയോ അവർക്കൊരു എന്താ പറയുക കൺക്ലൂഷനിലെത്തുകയോ ചെയ്യുന്ന ഒരു പരിപാടി അവരുടെ കയ്യിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു ഗവൺമെൻറ് ബോഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ടോ. അവർ രാവിലെ എഴുന്നേറ്റ് പത്രസമ്മേളനം വിളിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. അവർ തീർച്ചയായിട്ടും ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടാവും. കൃത്യമായ സമയത്ത് തന്നെ അതിൻ്റേതായ ഇടപെടൽ വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ സ്റ്റേറ്റ് ആയിരുന്നാലും ശരി തന്നെയാണ്, സെൻട്രലായിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ സ്റ്റേറ്റിലെ CPM ഗവൺമെൻറ് പറഞ്ഞാൽ മാത്രമൊന്നുമല്ല ഇവിടുത്തെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ സെൻട്രലിനെ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സെൻട്രലിൽ തിരിച്ചും. അത് അവരുടെ ഇടയിൽ തന്നെ അതിനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ചാനൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ B ജയരാജ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുകയാണ്. ഇതിൽ വളരെ കൃത്യമായി ചോർന്നു പോകുന്നത് ഹിന്ദു വോട്ടുകളാണ്. ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രം P മോഹനൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വിലയിരുത്താൻ കഴിയുന്നൊരു സാഹചര്യമില്ലേ? കാരണം ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. നീലിമ, അങ്ങനെ ഒരു ഇലക്ട്രൽ വിഷയത്തിൻ്റെ പേരിലല്ല മോഹൻ മാഷ് അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഒരു ഇലക്ഷൻ, ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം, ആ സമയത്ത് ഒന്നുമല്ല. ഇതിനകത്ത് സസ്പീഷ്യസ് ആയിട്ട് എന്തോ നോട്ട് ചെയ്തു, അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇവരെ എല്ലാം നോട്ട് ചെയ്യണം. നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രേഖപ്പെടുത്തിയത്. അല്ലാതെ ഇപ്പോൾ ഹിന്ദു വോട്ട് കിട്ടണമെന്നോ മുസ്ലിം വോട്ട് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി വോട്ട് കിട്ടണമെന്നൊക്കെ അങ്ങനെയൊന്നും ആരും വോട്ട് ചെയ്യില്ലെന്നേ ഈ പറയുന്നത് പോലെ. അത് സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വേറെ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ഇവിടെ ഭാരതീയ പാലക്കാട് നമ്മൾ കണ്ടതല്ലേ അത്തരത്തിൽ. ഞാൻ പറയട്ടെ, ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ളതാണല്ലോ കേരളത്തിൽ. എല്ലാ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചതിനല്ലോ, BJPയുടെ അധികാരത്തിൽ വന്നതിനല്ലോ. എന്തുകൊണ്ട് അവരെ ഭരണത്തിൻ്റെ പടിക്ക് പുറത്തു നിർത്തുന്നു കേരളത്തിലെ ജനത? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്തുകൊണ്ടാണ് ഇത്രയധികം കേരളത്തിലുള്ള ആളുകൾ സെക്കുലറായിട്ട് കാണുന്നത്, അവർക്ക് മതചിന്ത വളരെ കുറവുള്ള ആളുകളായിട്ട് മാറുന്നത്? ഇതിൻ്റെ എല്ലാം കാരണം ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതല്ല. അല്ലാതെ ഇന്ന ജാതിയിൽപ്പെട്ട ആൾ ഇന്ന മതത്തിൽപ്പെട്ട ആളെന്നൊക്കെ വെച്ചിട്ടാണ് ആളുകൾ പൊതുമണ്ഡലത്തിൽ ആളുകൾ വോട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഫ്ലക്ച്വേറ്റിംഗ് വോട്ട്, കക്ഷി രാഷ്ട്രീയം അല്ലാതെ നിൽക്കുന്ന ആളുകൾ ഫ്ലക്ച്വേറ്റിംഗ് വോട്ട് ഒരു കാരണവശാലും. ഹിന്ദുവിനെ മലപ്പുറത്ത് ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ നിങ്ങൾ എന്താ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ നിർത്താത്തത്? അവിടെ ഒന്ന് നിർത്തി ജയിപ്പിച്ച് കാണിച്ചു തരാമോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങളെ ചേർത്തിട്ടാണല്ലോ താങ്കൾ പറയുന്നത്. താങ്കൾ ഈ മലപ്പുറത്ത് ഈ പറയുന്ന സീറ്റ് ജയിപ്പിച്ച് കാണിച്ചു തരാമോ? പുതുപ്പള്ളി മണ്ഡലത്തിൽ ജയിപ്പിച്ച് കാണിച്ചു തരാമോ? ഞാൻ ചോദിക്കട്ടെ സാർ, നിങ്ങൾ പറയല്ല ഈ പറയുന്ന ജാതി മത ചിന്തകളൊക്കെ മാറ്റി വെച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് കേരള ജനം എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ച് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഇക്വേഷന് പുറത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്ന് ജയിപ്പിച്ച് കാണിച്ചു തരാമോ? നിങ്ങൾ കാണിച്ചു തരാമോ? ഈ പറയുന്ന ഇക്വേഷൻ മാറ്റി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് കാണിച്ചു തരാൻ പറ്റുമോ?
പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വന്നിരുന്ന സെക്യുലറിസം അത് ഇതൊന്നും പറയരുത്. ചരിത്രം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക് ദേവിയത്. ഞാൻ പറയുന്നത് യുവരാജ് മിണ്ടാതിരിക്കൂ. പൊന്നാനിയില് ശ്രീരാമകൃഷ്ണൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ മലപ്പുറത്ത് പൊന്നാനി എന്ന് പറയുന്ന ഒരു കേന്ദ്രം അവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. മലപ്പുറത്ത് ആകെ ഹിന്ദുക്കൾ ഏതെങ്കിലും ഒക്കെ 1-2 മണ്ഡലത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊന്നാനിയിൽ മാത്രമാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ മുഴുവനും കിടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരാളെ നിർത്തി ഒന്ന് ജയിപ്പിച്ച് കാണിച്ചു തരുന്നേ. നിങ്ങളൊന്ന് നിർത്തി ജയിപ്പിച്ച് പോട്ടെ. നിങ്ങൾ കോട്ടയത്ത് പോയിട്ട് പുതുപ്പള്ളിയിൽ ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ നിർത്തി ജയിപ്പിച്ച് കാണിച്ചു തരുമോ? സാറേ, ഈ പറയുന്ന ഇക്വേഷനൊക്കെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. ആ ഇക്വേഷൻ അനുസരിച്ച് തന്നെയാണ് കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും ജയിപ്പിച്ചു എടുക്കുന്നത്. സാർ, അതുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് ഈ കേരള പൊളിറ്റിക്സിലെ പ്രബുദ്ധ കേരളം നിങ്ങൾ കുറച്ചു നേരത്തെ എന്താണ് വേറെന്താ കേരളം എന്ന് പറയുന്നത് ചുമ്മാ വൈറ്റ് വാഷ് ചെയ്ത് വിടല്ലേ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. പൊട്ടത്തരം നാടാർ ബെൽറ്റിൽ പോയാൽ നാടാർ സ്ഥാനാർത്ഥി, നായർ ബെൽറ്റിൽ വന്നാൽ നായർ സ്ഥാനാർത്ഥി, ഈഴവ ബെൽറ്റിൽ വന്നാൽ ഈഴവ സ്ഥാനാർത്ഥി, മുസ്ലിം ബെൽറ്റിൽ പോയാൽ മുസ്ലിം സ്ഥാനാർത്ഥി. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ജാതിയും മതവും തിരിച്ച് കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ചുമ്മാ പുറംപൂച്ചില് സെക്കുലർ മനസ്സിലാത്ത ഇതൊന്നും പറയരുത്. മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കൃത്യമായി മോഹനൻ മാസ്റ്റർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോട്ട് ബാങ്ക് മുൻനിർത്തി തന്നെയാണ്. ഈ സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഭിന്നിപ്പിനെ പേടിച്ച് തീവ്രവാദത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിനുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ജനറൽ ഡിബേറ്റ് ഈ അവസാന ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്.